ആഹ്ലാദവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യരംഗത്ത് വളരെ കർമ്മധീരനായി മുന്നോട്ട് നയിക്കുന്ന ഈ നിയോജക മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി കൂടിയായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ അവർകളെ, വേദിയിലെ വിശിഷ്ടാതിഥി, നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിതരണ രംഗം വളരെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് അവർകളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയദർശിനി, രേഷ്മ, നമ്മുടെ കൗൺസിലർ, അതുപോലെ തന്നെ രവികുമാർ നായർ, സ്വാഗതം പറഞ്ഞ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ RS ഷിബു, അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ സ്നേഹിൽ കുമാർ സിംഗ് IAS, ശ്രീമതി ലീന ദേവി, അതുപോലെ തന്നെ ഡോക്ടർ ലൈലാസ്, സജീവ് കുമാർ, അജിത് കുമാർ, സജയ് നാരായണൻ, ശ്രീമതി ജയറാണി തുടങ്ങി വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, അധ്യാപികമാരെ, PTA പ്രതിനിധികളെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഓണം സമാഗതമായിരിക്കുകയാണ്. ഓണം ഏറ്റവും നല്ല നിലയിൽ കേരളീയർക്ക് ആഘോഷിക്കാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഓണച്ചന്തകളും അതുപോലെ ന്യായവില സംവിധാനങ്ങളുമൊക്കെ ഏർപ്പെടുത്തി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അതിന് നേതൃത്വം നൽകുന്നു. അതുപോലെ തന്നെ നമ്മളെ ടൂറിസം വകുപ്പ് മലയാളികളുടെ വാർഷിക കലണ്ടറിലെ ഏറ്റവും സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. മിനിയാന്ന് 2 ദിവസം മുമ്പ് ചിങ്ങം 1 ചിങ്ങത്തിന്റെ പൊൻപുലരിയോടുകൂടി പിന്നീട് കേരളമാകെ ആഘോഷത്തിമിർപ്പിലാണ്. മാവേലിയുടെ വരവും സന്ദർശനവും കഴിയുന്നത് വരെ വിവിധ തരത്തിലുള്ള ഉത്സവങ്ങളും വിവിധ തരത്തിലുള്ള മേളകളും കൊണ്ട് കേരളമാകെ ത്തിന്റെയും സന്തോഷത്തിന്റെയും പേരിലേറുന്ന സന്ദർഭമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാലങ്ങളായി കഴിഞ്ഞ വർഷങ്ങളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥിനികൾക്ക് പ്രീ പ്രൈമറി തൊട്ട് 8ാം ക്ലാസ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓണക്കിറ്റ് അരി വിതരണം ചെയ്യാറുണ്ട്. ഈ വർഷവും 4 കിലോഗ്രാം അരി ഈ സംസ്ഥാനത്തെ 24 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥിനികൾക്കാണ് വിതരണം ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ 23.5 ലക്ഷം. അപ്പൊ അത് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു, ഇത്തവണയും അത് ചെയ്യുന്നതിന്റെ താല്പര്യം നമുക്കറിയാം. ഓണനാളുകൾ സമൃദ്ധിയുടേതായിരിക്കണം. അപ്പൊ എല്ലാ അർത്ഥത്തിലും കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ പിന്തുണച്ചുകൊണ്ട് ഓണത്തിന് ഒരു പ്രയാസം എവിടെയും ഉണ്ടാവരുത് എന്നുള്ളതാണ്. കാണം വിറ്റും ഓണമുണ്ണണം എന്ന ഒരു പ്രയോഗം പഴയ കാലത്ത് അന്നത്തെ ഒരു സാഹചര്യത്തിലുള്ളൊരു പ്രയോഗമാണ്. ഇന്ന് അവിടെ നിന്നൊക്കെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറി. പക്ഷെ എങ്കിലും ആ പഴയ ആപ്തവാക്യം വളരെ പ്രധാനമാണ്. ആ പ്രയോഗം കാണം വിറ്റും ഓണം ഉണ്ണണം. അപ്പോൾ ഓണത്തിന്റെ ഒരു പ്രസക്തിയാണ്. ഓണനാളുകളിൽ എവിടെയും പ്രയാസങ്ങൾ ഉണ്ടാവരുത്. നമുക്കറിയാം, ഓണമല്ലാത്ത കാലത്തും ഐക്യരാഷ്ട്രസഭയും നമ്മുടെ രാജ്യവുമൊക്കെ ഭക്ഷ്യ സുരക്ഷയുടെ കാര്യത്തിൽ വളരെ കണിശത പാലിച്ച് പോകുന്ന
സാഹചര്യമാണുള്ളത്. ഭക്ഷണം ഒരു പൗരന്റെ അവകാശമാണ്. ന്യായമായും അയാൾക്ക് ലഭിക്കേണ്ട അളവ് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്വമാണെന്നാണ് പുതിയ ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനം. അപ്പോൾ അതൊക്കെ ഒരു ക്ഷേമ രാജ്യം, വെൽഫെയർ മെഷേഴ്സ് നമ്മുടെ നാട്ടിൽ ശക്തിപ്പെടുത്തി വരുമ്പോൾ ഇതുപോലുള്ള എല്ലാ റൈറ്റുകളും പൗരന്റെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടും. അങ്ങനെ ഒരു വസ്തുത കൂടി ഈ ഉച്ചഭക്ഷണ പദ്ധതിയുടെയും മറ്റും പിന്നിലുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കും. അതും ഇനി അതിനെ സംബന്ധിച്ച ചില ചർച്ചകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ 8ാം ക്ലാസ് വരെ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഉച്ചഭക്ഷണ പരിപാടി അത് 9ലും 10ലും 11ലും 12ലും ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി നടപ്പാക്കാൻ കേന്ദ്രം നമ്മളോട് അനുമതി നമ്മളുടെ അഭിപ്രായം ചോദിച്ചു. അതിന് സംസ്ഥാനം ഒരുക്കമാണ് എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് PM പോഷൻ എന്ന് പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനങ്ങൾ കൂടി വില്ലുകയാണെങ്കിൽ ആ പദ്ധതി, അതായത് ഇപ്പോൾ 8ാം ക്ലാസ് വരെ കൊടുക്കുന്ന ഉച്ചഭക്ഷണ പദ്ധതി +2 തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ പോവുകയാണ്. കേരളം അതിന് സന്നദ്ധമാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഓണപ്പരീക്ഷയാണ്. ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെയൊക്കെ മുഖത്ത് ആ പരീക്ഷയുടെ ചെറിയൊരു ആശങ്കകളുണ്ട് അല്ലേ? അപ്പോൾ വളരെ ഫ്രീ ആയ മൈൻഡോട് കൂടി പോയിട്ട് പരീക്ഷ എഴുതണം. എല്ലാവർക്കും പരീക്ഷയിൽ നല്ല വിജയം ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവരും നല്ല മാർക്ക് വാങ്ങൂലേ? എന്താ ഒരു ഉറപ്പില്ലാത്തത്? ഉറക്കെ പറഞ്ഞേ, വാങ്ങുമല്ലോ? യെസ്. അപ്പൊ ഞാൻ ഈ വളരെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ നിറഞ്ഞ ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.